ഞാൻ മുക്കത്ത് ചെറിയൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്, ചെറിയൊരു വ്യാപാരി. മൊബിഹോം എന്നാണ് ഷോപ്പിന്റെ പേര്. ഈ മാസം ഈ കൊറോണ സമയത്ത് എനിക്ക് എന്റെ വീട്ടിൽ വന്ന കറണ്ട് ബില്ലാണിത്. ഈ മാസത്തെ ബില്ല് എനിക്ക് വന്നത് 3836 റുപ്യാണ് ഈ മാസം എനിക്ക് വന്ന ബില്ല്. ഓക്കെ, ഈ ബില്ലുമായിട്ട്, അതായത് നോർമൽ എനിക്ക് വരുന്ന ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നുണ്ടോ? നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ബില്ല് 2100, 1700, 1800 ഈ റേറ്റിലാണ് ബില്ല് വരിക. അപ്പൊ ഈ മാസം KCBയിലേക്ക് നമ്മൾ വന്നിട്ട് ഒരു അന്വേഷണം കൂടുതൽ വന്നത് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ വീടുകളിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന സമയമാണിത്. ഈ ചെലവഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് കറണ്ട് ബില്ല് കൂടിയതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അംഗീകരിച്ചു. 3836 രൂപ വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാം നമ്മൾ. ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ വന്നതിന് ശേഷം ലോക്ക്ഡൌൺ ആണ്, ഷോപ്പുകൾ തുറക്കുന്നില്ല. ഈ സൺഡേ, ഈ ഞായറാഴ്ചയാണ് നമ്മൾ ഷോപ്പുകൾ ഓപ്പൺ ആക്കിയത്. ഈ മാസത്തെ എനിക്ക് വന്ന കറണ്ട് ബില്ല്, ഷോപ്പിലെ കറണ്ടിന്റെ ബില്ല് 4186 രൂപകളാണ് എന്റെ കറണ്ട് ബില്ല്. ഇതെന്തുകൊണ്ട് വന്നു എന്ന് KCBയിൽ വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവർ നമ്മോട് പറഞ്ഞ മറുപടി, ഇത് റീഡിങ്ങിന് ആളുകൾ വരാത്തതുകൊണ്ട് ഇത് ശതമാനം കണക്കിലാണ് ഇത് റീഡിങ്, അത് ഏകദേശ കണക്കിലാണ് നമുക്ക് വന്ന ബില്ല് എന്നാണ്. 70% എന്ന് പറഞ്ഞു, 70%. ഈ 70%ൽ നമുക്ക് വ്യക്തമാകാത്ത കണക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ സാധാരണ എനിക്ക് ഷോപ്പിൽ 2700 രൂപ ബില്ല് വരികയാണെങ്കിൽ അതിന്റെ 70% എനിക്ക് അടക്കേണ്ട എമൗണ്ട്. പക്ഷെ എനിക്ക് വന്നത് 4100 സംതിങ് ആണ്. അതായത് ഏത് ചൂട് കാലത്തും നമ്മൾ ഫുൾ ടൈം AC യൂസ് ചെയ്താലും ഷോപ്പിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ എമൗണ്ട് വരാറില്ല. ഈ 4000 സംതിങ് എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് എന്ത് വരുന്നത്, ഇങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് ബില്ലിൽ വരുന്നത്. അപ്പൊ ഇവരോട് ഇത് എന്തുകൊണ്ടും അന്വേഷിക്കുമ്പോൾ ഇവിടുന്ന് കറക്റ്റ് ഒരു മറുപടി ഇല്ല. ഈ മറുപടി ഇല്ലാത്ത സമയത്ത് എനിക്ക് മാത്രമല്ല, കറണ്ട്, അതായത് വൈദ്യുതി ഉപയോഗിക്കാത്ത ഷോപ്പുകളോ അല്ലെങ്കിൽ വീടുകളോ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ബില്ലുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്റെ റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും നിങ്ങളെ ബില്ല് വന്ന എമൗണ്ട് നോക്കിയിട്ട് ഒറ്റയടി കൊണ്ടുപോയി അടക്കണ്ട, ഒന്ന് നോക്കുക എത്ര അടക്കണം, നമ്മൾ എത്ര ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രം എല്ലാവരും ക്യാഷ് അടിച്ചാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് സംസാരിച്ചപ്പോൾ ഇത് രണ്ടാമത് നമ്മളിവിടെ കയറി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം നമ്മൾ ഇവരോട് പറഞ്ഞു, ഈ സമയം എന്ന് പറഞ്ഞാൽ 1.5 മാസത്തിൽ നമ്മൾ ഷോപ്പുകൾ തുറക്കാതെ നമ്മളൊരു ജോലി ഇല്ലാതെ സർക്കാരിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അതായത് ഇവരെ കിറ്റുകൾ, റേഷൻ ഫ്രീ, ഈ ഫ്രീ നമ്മൾ ജോലിക്ക് പോകാത്തതുകൊണ്ടാണ്. ജോലിക്ക് പോകാൻ പാടില്ല, കർക്കശമായിട്ട് ജോലി ചെയ്യാൻ നിർബന്ധപരമായിട്ട് ജോലി ചെയ്യാൻ പോകാൻ പാടില്ല എന്ന് പറയുന്ന ഈ സമയമാണല്ലോ. ഇവരെ ഔദാര്യം പറ്റുന്ന നമ്മൾ 4000 രൂപ ഇവർക്ക് അടച്ചു കൊടുക്കുക. എവിടെന്നെങ്കിലും വായ്പ വാങ്ങണമെങ്കിൽ ഒരാളെ കയ്യിൽ ക്യാഷ് വേണ്ടേ? എന്നിട്ട് 4000 രൂപ നമ്മൾ അടച്ചിട്ട് അടുത്ത മാസം പിറ്റത്തെ മാസം ബില്ല് വരുമ്പോൾ ഈ ബില്ലിൽ ഈ പൈസ മൈനസ് ചെയ്ത് തരാം. അതിന് നമ്മളെ കയ്യിൽ ഇപ്പോൾ കാശ് വേണ്ടേ? നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്ത് നടപടിയാണ്, എന്ത് നിയമമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇവർ പറയുന്നത് ഈ ആളുകളല്ല കേട്ടോ, ഇവിടെ ഉള്ള ആളുകളെ തീരുമാനങ്ങളല്ല, ഇതിവരെ ബോർഡ് തീരുമാനം എന്നാണ് പറയുന്നത്. അതായത് മുകളിൽ തന്നെയുള്ള തീരുമാനങ്ങളാണ് ഇത്. നമ്മളിത് പറയുന്നത് മുക്കം KCB ഓഫീസിന്റെ മുമ്പിൽ നിന്നാണ്. ഇതിന്റെ ഉള്ളിൽ കയറി കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മളിതൊക്കെ പറയണത്. നമ്മുടെ നാട്ടിലൊക്കെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളുകളൊക്കെ സാമ്പത്തികമില്ലാതെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ കറണ്ടും ബില്ല് വളരെ കൂടുതലാണെന്ന് പറയാം. എൻ്റെ വീട്ടിൽ മാത്രം 35,000 റുപ്യ ചില്ലറി വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ 15,000 ചില്ലം രൂപ വന്നിട്ടുണ്ട്, ഏകദേശം 15,500 ചില്ലം റുപ്യ. 3,000-3,500 റുപ്യ ബില്ല് കെട്ടേണ്ടടുത്ത് എൻ്റെ വീട്ടിൽ മാത്രം 15,000 ചില്ലം റുപ്യ, 5,000-6,000 റുപ്യ എൻ്റെ വീട്ടിൽ തറവാട്ട് വീട്ടിൽ കെട്ടുന്നിടത്ത് 35,000 റുപ്യ. ഇവിടെ ഒരു പൂട്ടിയിട്ട ഹോട്ടലിൽ 300-400 കെട്ടുന്ന അവിടെ 6,000 ചില്ലം റുപ്യ. അങ്ങനെ ഒരുപാട് വീടുകൾ കാണാൻ കഴിഞ്ഞു. ഒരുപാട് കൂടുതലാണ് കറണ്ട് ബില്ല് വന്നിട്ടുള്ളത്. മനുഷ്യന്മാർ എല്ലാ വഴിയും മുട്ടി ഭക്ഷണത്തിൽ പോലും ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് മനുഷ്യനെ നട്ടെല്ല് ഒടിക്കുക എന്ന് പറഞ്ഞ മാതിരി വളരെ വിഷമത്തോടെയാണ് ഇത്രയും വലിയ ബില്ല് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ബോർഡ് എന്താണ് ഇത്രയും വലിയൊരു സാഹചര്യം ഉണ്ടാക്കിയെന്നറിയില്ല. കാരണം ഇത്രയും വലിയ ബില്ല് എങ്ങനെ അടക്കാൻ കഴിയുക സാധാരണക്കാരെ കൊണ്ട്? അപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. സാറ് ഇതൊന്ന് അന്വേഷിക്കണമെന്നും ഇതിന് അർഹതപ്പെട്ട ശരിക്കുള്ള സംഖ്യ പൊതുജനങ്ങളെ അറിയിച്ച് ആ സംഖ്യ കെട്ടാനുള്ള അനുവാദം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം വലിയ മാറ്റങ്ങളാണ് സാറേ ഇതിൽ കണ്ടത്. 3,000 ചില്ലം റുപ്യ ബില്ലടക്കണടുത്ത് 15,500 ചില്ലം റുപ്യ എന്ന് പറയുമ്പോൾ എത്രയോ മാറ്റമല്ലേ.
6000 ഉറുപ്പ്യ അടക്കേണ്ട സ്ഥലത്ത് 35,000 ചില്ല ഉറുപ്പ്യ ബില്ല് വന്നിട്ടുണ്ട്. വളരെ വ്യത്യാസം, വളരെ ഒരുപാട് കൂടുതലാണ് കറണ്ട് ബില്ല് വന്നിട്ടുള്ളത്. ഇപ്പം മനുഷ്യരെല്ലാവരും ജോലിയില്ല, മറ്റുള്ള ബിസിനസ്സില്ല, എല്ലാ മേഖലയിലും തകർന്ന് കിടക്കുകയാണ്. ഈ സമയത്ത് ഇത്രയും വലിയ കറണ്ട് ബില്ല് മനുഷ്യർക്ക് അടിച്ചേൽപ്പിച്ചാൽ വലിയൊരു ദുഃഖത്തിലാണ് എല്ലാ ജനങ്ങളും. മറ്റുള്ള നാട്ടിലൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. ഇവിടെ എൻ്റെ നാട്ടിലെ എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് വേണ്ടുന്ന നടപടി എടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രയും വലിയ സംഖ്യയാണ് ഈ വന്നിട്ടുള്ളത് മുഴുവൻ.